PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ISL കിരീടം മോഹൻ ബഗാന്. ഫൈനലിൽ ബംഗളൂരു FC തോൽപ്പിച്ച് ISL കിരീടം സ്വന്തമാക്കിയത് മോഹൻ ബഗാൻ. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാണ് രോഹൻ ബോപ്പണ്ണ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ചിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ശ്രേയസ് അയ്യർക്ക്. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് കിരീടം. ചൈനയുടെ ജു വെൻജു ലോക വനിതാ ചെസ് ചാമ്പ്യൻ. ടെന്നീസ് ഇതിഹാസം റാഫേൽ നഡാലിനും പോൾവോൾട്ട് താരം അർമൻ ഡ്യൂപ്ലൻസിനും ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസിനും ലോറൻസ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് ടെന്നീസ് ഇതിഹാസം റാഫേൽ നഡാലിനും പോൾവോൾട്ട് താരം അർമൻ ഡ്യൂപ്ലൻസിനും ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസിനും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ലിവർപൂൾ ചാമ്പ്യന്മാർ. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യമായി ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് നേരത്തെ ഈ സാങ്കേതിക വിദ്യ കൈവശമാക്കിയ രാജ്യങ്ങൾ. വൈക്കം ചന്ദ്രശേഖർ നായർ സാഹിത്യ പുരസ്കാരം ബൈജു ചന്ദ്രന്. കാട്ടാൽ പുരസ്കാരം കഥാകൃത്ത് ടി പത്മനാഭന്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിന്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ഹ്യൂമണോയിഡ് റോബോട്ടായ വ്യോമിത്രയെ വൈകാതെ ബഹിരാകാശത്ത് അയക്കും. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 നേടിയ മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മി. അപ്പുറം. മികച്ച നടൻ ടോവിനോ തോമസ്. മികച്ച നടി നസ്രിയ നസീം ആൻഡ് റീമ കല്ലിങ്കൽ. ചലച്ചിത്രരത്നം പുരസ്കാരം വിജയകൃഷ്ണൻ. ക്രിട്ടിക് റൂബി ജൂബിലി അവാർഡ് ജഗദീഷ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർഹോ മാരിയോ ബെർഗോഗ്ലിയെ കാലം ചെയ്തു. ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 1994 മുതൽ 2003 വരെ ISRO ചെയർമാൻ ആയിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1994 മുതൽ 2003 വരെ ISRO ചെയർമാൻ ആയിരുന്ന ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. മലയാള സിനിമയെ ലോക തിരശീലയിലെത്തിച്ച ചലച്ചിത്രകാരൻ ഷാജി N കരുണൻ അന്തരിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്നു ഇദ്ദേഹം. പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായികയുമായ കുമുദിനി ലാഗിയ അന്തരിച്ചു. അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായൺ അന്തരിച്ചു.
തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന ദാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന ദാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. ലോകപ്രശസ്ത പെറൂവിയൻ സാഹിത്യകാരൻ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. ലോകപ്രശസ്ത പെറൂവിയൻ സാഹിത്യകാരൻ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. 2010 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമസഭാ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമസഭാ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി SC റൽഹാൻ ചുമതലയേറ്റു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി SC റൽഹാൻ ചുമതലയേറ്റു. ഫ്രെഡ് ഡാരിങ്ടൺ സാൻസ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായക്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായക്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒസ്സ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒസ്സ സന്ദർശനത്തിനായി കേരളത്തിലെത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തി. സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A ജയതിലക് ചുമതലയേറ്റു. സംസ്ഥാനത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A ജയതിലക് ചുമതലയേൽക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തടുത്താണ്. പ്രൊജക്ട് വർഷ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. പ്രൊജക്ട് വർഷ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.